ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കോർഫക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. എൻ്റെ 2 കസിൻ ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ നാട്ടിൽ നിന്ന് ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ, UAE ഫുള്ള് കാണാനായിട്ട്. സോ അവരായിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഹായ് പറയൂ. ഹായ്. ടുട്ടുക്ക ഹലോ വ്ളോഗിൽ വരൂട്ടാ. നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഞങ്ങളതിന് ഇങ്ങോട്ടല്ല വന്നു, നമ്മൾ അപ്പുറത്തെ എവിടെ പോയി നിന്നിട്ടോന്നു കണ്ടേ. ബേബി 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 കുറഞ്ഞു പൂച്ച. അയ്യോ വാപ്പ എന്തിനാ ഓടിപ്പിച്ചിട്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് കോർഫക്കാനിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഫീസ ഡാമിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഈ റഫീസ ഡാം എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡാമാണ്. ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പാർക്കിംഗ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നമുക്ക് അപ്പ് സൈഡിൽ നിന്നും ഡൗൺ സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ട് കേട്ടോ ഡാമിൻ്റെ. നമ്മൾ ജസ്റ്റ് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡൗൺ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കയാക്കിങ്, ബോട്ടിങ്, അങ്ങനത്തെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ട്. നമുക്ക് മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കോഫക്കാൻ ബീച്ചാണ് കേട്ടോ. സോ അപ്പോഴേക്കും ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ചായ കുടിക്കുന്ന നേരത്തെ ലബനപ്പ് കുടിക്കുന്ന ടുട്ടുക്ക. അവിടെ വെച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെ നൈബർ ആയിട്ടുള്ള ഒരു ഇക്കാനെ കണ്ടു കേട്ടോ. അപ്പോൾ ആൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോരാൻ നേരത്താണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നൈബർ ആള് മോൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ആള്. കൊറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അങ്ങനെ നമുക്ക് അതാ പോയി പാർക്കിംഗ് കിട്ടി. കോർഫക്കാൻ ബീച്ചിനടുത്തായിട്ട് തന്നെ നമുക്ക് കോർഫക്കാൻ വാട്ടർഫാൾസും കാണാൻ പറ്റും കേട്ടോ. സോ നെക്സ്റ്റ് ഞങ്ങൾ പോയത് കോർഫക്കാൻ വാട്ടർഫാൾസിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വണ്ടികളും പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിൽ പഞ്ഞിമിഠായി കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റോപ്പായിട്ടോ. കാരണം നമ്മൾ ഒരുപാട് കാലമായി പഞ്ഞിമിഠായി കഴിച്ചിട്ട്, ഒരുപാട് നൊസ്റ്റാൾജിയാണ് പഞ്ഞിമിഠായി. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ. ഇതെങ്ങനെയുണ്ട്? പൊളിസാണല്ലേ കോർഫക്കാൻ പൊളി. ഇങ്ങനത്തെ സ്ഥലത്ത് എനിക്കിഷ്ടമാണ്.
അങ്ങനെ ഇവിടെ ഇതുണ്ടല്ലേ ഇവിടെ തണുപ്പുണ്ടാ? ഭയങ്കര ഇവിടെ കടലിനെ പറ്റിയുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കടലാണെന്നാണ് വേറെ ഡൗട്ട്. അതാണ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം വന്ന സമയത്ത് അങ്ങനെ ഞങ്ങളൊരു നൈറ്റ് 7 o'clock ആകുമ്പോഴത്തേനും അവിടെ നിന്ന് റിട്ടേൺ ആയി. അപ്പോൾ കസിൻ ബ്രദർ ഇന്ന് നൈറ്റ് തന്നെ ദുബായിലേക്ക് തിരിച്ചു പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർജ കോർണിഷൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.